നീ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലേ ആരും നിന്നെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ, ആരുടെ വാക്കും നിന്റെ ഉള്ളിൽ കൊള്ളാതിരിക്കാൻ, ഒന്നും ഫീലാകാതെ ഒരു കല്ല് പോലെ നിൽക്കാൻ? അത് വീക്ക്നെസ് അല്ല, അതൊരു സ്കില്ലാണ്. ഇന്ന് നിനക്ക് ആ സ്കില്ല് തരാൻ പോകുകയാണ് 5 ഡാർക്ക് സൈക്കോളജി ട്രിക്സ്. ഇമോഷൻലെസ് ആകാൻ, സ്ട്രോങ് ആകാൻ, അൺബ്രേക്കബിൾ ആകാൻ. ട്രിക്ക് 1. നിന്റെ ഇമോഷൻ നിന്റെ റിയാക്ഷൻ അല്ല, അത് നിന്റെ ട്രെയിനിങ് ആണ്. ആരെങ്കിലും നിന്നോട് മോശമായി സംസാരിക്കുമ്പോൾ നീ ആംഗ്രി ആകുന്നു. ആരെങ്കിലും നിന്നെ ഇഗ്നോർ ചെയ്യുമ്പോൾ നീ സാഡ് ആകുന്നു. അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതല്ല, നീ അതിനെ അലൗ ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഡാർക്ക് സൈക്കോളജി പറയുന്നത് ഇതാണ്: സ്റ്റിമുലസിനും റെസ്പോൺസിനും ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പാണ് നിന്റെ പവർ. അടുത്ത തവണ ആരെങ്കിലും നിന്നെ ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് നിർത്ത്, ശ്വസിക്ക്, ഡിസൈഡ് ചെയ്, ഇതെനിക്ക് അഫക്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന്. നീ റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അത്രമാത്രം. ട്രിക്ക് 2. നിന്റെ പെയിനിനോട് ഒബ്സർവറായി നോക്ക്. നീ ഹേർട്ട് ഫീൽ ആകുമ്പോൾ അതിൽ മുങ്ങിപ്പോകല്ലേ. പുറത്തുനിന്ന് നോക്കുന്നത് പോലെ ഒബ്സർവ് ചെയ്യ്. ഞാനിപ്പോൾ സാഡാണ്, ഇതല്ല. സാഡ്നെസ് ഇപ്പോൾ ഉണ്ട്, ഇതാണ് ശരി. ഈ ഒരു ഷിഫ്റ്റ് ഒരുപാട് വലുതാണ്. നീ ഇമോഷനല്ല, നീ ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ്. അതിനെ ഫീലാകാം, പക്ഷെ അതിൽ താഴ്ന്നു പോകണ്ട. സ്റ്റോം ഉണ്ടാകും, പക്ഷെ നീ സ്കൈ ആണ്, സ്റ്റോം അല്ല. ട്രിക്ക് 3. അറ്റാച്ച്മെന്റ് കുറയ്ക്ക്, എക്സ്പെക്റ്റേഷൻ വേണ്ട. നിന്റെ പെയിനിന്റെ 90% കാരണം ഇതാണ്: നീ എക്സ്പെക്റ്റ് ചെയ്തു, അത് കിട്ടിയില്ല. ആ പേഴ്സൺ നിന്നെ മനസ്സിലാക്കണം, ആ റിസൾട്ട് വരണം, ആ റെക്കഗ്നിഷൻ കിട്ടണം. ഡാർക്ക് സൈക്കോളജി ഇത് പഠിപ്പിക്കുന്നു: കൺട്രോൾ ഇല്ലാത്ത ഒന്നിനോടും അറ്റാച്ച് ആകല്ലേ. പീപ്പിൾ ചേഞ്ച് ആകും, സിറ്റുവേഷൻസ് മാറും, റിസൾട്ട്സ് അൺസർട്ടൺ ആണ്. നീ ചെയ്യേണ്ടത് ഒന്നേയുള്ളൂ: നിന്റെ എഫേർട്ട്, നിന്റെ പ്രോസസ്സ്. ബാക്കി റിലീസ് ചെയ്. ഡിറ്റാച്ച്മെന്റ് വീക്ക്നെസ് അല്ല, ഡിറ്റാച്ച്മെന്റ് ആണ് ഫ്രീഡം. ട്രിക്ക് 4. സൈലൻസ് നിന്റെ വെപ്പണാക്ക്. ഇമോഷണലായ ആൾ എല്ലാം പറഞ്ഞു കളയും, ഡിഫെൻഡ് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും, ജസ്റ്റിഫൈ ചെയ്യും. സ്ട്രോങ് ആയ ആൾ മിണ്ടില്ല. ആരെങ്കിലും നിന്നെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ സൈലന്റ് ആയിരിക്കെ. ആരെങ്കിലും നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ സൈലന്റ് ആയിരിക്കെ. നിന്റെ സൈലൻസ് അവരെ അൺകംഫർട്ടബിൾ ആക്കും. കാരണം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം നിനക്കില്ല. പ്രൂവ് ചെയ്യേണ്ടയാൾ വീക്കാണ്. സൈലൻസ് ക്യാരി ചെയ്യുന്നയാൾ പവർഫുള്ളാണ്. ഓർക്ക്: എംപ്റ്റി വെസൽസ് മേക്ക് നോയ്സ്, ഫുൾ വൺസ് ഡോണ്ട്. ട്രിക്ക് 5. പെയിനിനെ പേർപ്പസ് ആക്ക്. ഓരോ തവണ നീ ഹേർട്ടാകുമ്പോഴും ഒരു ചോയ്സ് ഉണ്ട്: വിക്ടിമായിരിക്കാം, അല്ലെങ്കിൽ ആ പെയിനിനെ ഫ്യൂവലാക്കാം. ഡാർക്ക് സൈക്കോളജി ഇത് പഠിപ്പിക്കുന്നു: സഫറിംഗ് ഒഴിവാക്കാൻ ശ്രമിക്കണ്ട, അതിനെ യൂസ് ചെയ്. നിന്നെ ബിട്രേ ചെയ്തത് ഫ്യൂവൽ, നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് ഫ്യൂവൽ, നിന്നെ ലീവ് ചെയ്തത് ഫ്യൂവൽ. ഇമോഷൻലെസ് ആകുക എന്നാൽ ഫീലിംഗ് ഇല്ലാതാകുക അല്ല. ഫീലിംഗ്സ് ഉണ്ടാകും, പക്ഷെ അത് നിന്നെ ബ്രേക്ക് ചെയ്യില്ല, നിന്നെ ബിൽഡ് ചെയ്യും. ഇതാണ് ആ 5 ട്രിക്സ്. റിയാക്ട് ചെയ്യാതിരിക്കുക, ഒബ്സർവർ ആകുക, അറ്റാച്ച്മെന്റ് വിടുക, സൈലന്റ് ആകുക, പെയിനിനെ പേർപ്പസ് ആക്കുക. ഇന്നു മുതൽ ആരും നിന്നെ മൂവ് ചെയ്യിക്കില്ല, ആരും നിന്റെ പീസ് സ്റ്റീൽ ചെയ്യില്ല. നീ കൺട്രോൾഡ് ആകില്ല, നീ അൺബ്രേക്കബിൾ ആകും. ഇനി ചോയ്സ് നിന്റേതാണ്.